Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ല ജോൺ ദ ഡോൺ എന്താ സംഭവിച്ചത്? എന്റെ പൊന്നു മോട്ട് ചേട്ടാ, എനിക്ക് നിങ്ങളെ പോലെ ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹം. എനിക്ക് എന്റെ തെറ്റുകളെല്ലാം തന്നെ തിരുത്തണം. അതിന് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ മോട്ടു. എന്റെ ജോൺ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ നല്ല മനുഷ്യനാവാനുള്ള ഈ കൊതി കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. പത്തിലോ കണ്ടില്ലേ, ജോൺ നന്നാവാൻ തീരുമാനിച്ചത്രേ. മോട്ടു അവൻ നമ്മളെ വിഡ്ഢികളാക്കാണ്. ഇവന്റെ വാക്കൊരിക്കലും വിശ്വസിക്കരുത് മോട്ടു, വിശ്വസിക്കരുത്. അല്ല പത്തിലു, അല്ല, എനിക്ക് ഒരൊറ്റ ചാൻസ് മാത്രം തന്നു നോക്ക്. ഒരേ ഒരു ചാൻസ് പ്ലീസ്. ഞങ്ങൾ നിനക്ക് ചാൻസ് തരാം ജോണ്, തീർച്ചയായിട്ടും തരാം. എന്നാ ശരി മോട്ടു, നീ ചാൻസ് ഒക്കെ കൊടുത്തോ. വരുന്നത് മുഴുവൻ നീ തന്നെ അനുഭവിച്ചോ. ഞാൻ നിന്നെ സഹായിക്കാം ജോണ്. പറയൂ, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഞാൻ എന്നെ പോലെയുള്ള വലിയ കള്ളന്മാരെയെല്ലാം ചേർത്ത് ഒരു സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും തിരുത്താൻ വേണ്ടി മാത്രമാണത്. രാത്രിയും പകലും ജോലി ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് നമുക്ക് കാശുണ്ടാക്കാം. സ്കൂള് പണിയാനുള്ള കാശ് മുഴുവനും ഞാൻ ഇറക്കാൻ പോട്ടു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഇനിയും കുറെ കാശ് കൂടി വേണ്ടി വരും പോട്ടു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. എന്നെ സഹായിക്കണം പോട്ടു. എന്നെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ നിനക്ക് 100 പുണ്യം കിട്ടും. ജോണ്, നിന്റെ ഈ ചിന്താഗതി എത്ര നല്ലതാണ്. വരൂ, നിന്റെ സ്കൂളിന് വേണ്ടി നമുക്ക് ജനങ്ങളടുത്ത് ചെന്ന് ഒരു പിരിവ് നടത്താം. താങ്ക് യു പോട്ടു, താങ്ക് യു. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ഫുർഫുറി നഗരവാസികളെ കേൾക്കൂ. ജോൺ ഒരു നല്ല മനുഷ്യനായി മാറിയിരിക്കുകയാണ്. അവൻ മോഷ്ടിച്ചു നടന്ന ഈ നഗരത്തിലെ ജനങ്ങളായ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു നല്ലൊരു സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരൂ, എന്നിട്ട് മനസ്സ് തുറന്ന് അവനെ സഹായിക്കൂ. ചേട്ടാ, കൂടുതൽ അങ്കിൾ കൂടുതൽ താങ്ക് യു വെരി മച്ച് മോട്ടു. ഞാൻ എത്രയും പെട്ടെന്ന് ഇത് വെച്ച സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോട്ടു. ആദ്യം നീ സ്കൂളൊന്ന് കെട്ടി തീർക്ക്, എന്നിട്ട് നിനക്ക് സ്കൂൾ നടത്താനുള്ള പണം ഞങ്ങൾ തന്നേക്കാം. അല്ലെങ്കിൽ നീ ഈ പൈസയും കൊണ്ട് ഓടി കളഞ്ഞാലോ. ഓക്കെ ഓക്കെ, ഞാൻ തീർച്ചയായും ബിൽഡിംഗ് പണിത് കാണിക്കാൻ പറ്റലൂ. ഞാൻ തെറ്റിദ്ധരുത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലേ പറ്റലൂ? ഞാനത് തെളിയിച്ച് കാണിക്കാം. അപ്പോഴേ നിങ്ങളൊക്കെ വിശ്വസിക്കൂ. എത്രയും പെട്ടെന്ന് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വന്നേക്ക് പറ്റലൂ. മോട്ടു, പെട്ടെന്ന് വന്ന് കഥക തുറക്കും മോട്ടു. വരൂ മോട്ടു, വരൂ. എന്റെ സ്കൂൾ ഉദ്ഘാടിക്കാൻ വരൂ മോട്ടു. അപ്പോഴത്തേക്ക് സ്കൂളും തുടങ്ങിയോ? പണി തീർന്നു പോട്ടു. രാത്രിയും പകലും കഷ്ടപ്പെട്ടുള്ള പണിയായിരുന്നു. അതുകൊണ്ട് വേഗം തീർക്കാൻ പറ്റി. നിങ്ങൾ സ്കൂൾ വന്ന് കണ്ട് കാശ് തന്നേക്ക, അല്ലെങ്കിൽ നിങ്ങളെ കാര്യം മറന്നു പോയാലോ. ഇതാ ജോണ്, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നേ. വാ, അകത്തേക്ക് കയറാം. വേണ്ട വേണ്ട, ഇന്ന് വേണ്ട. ഇതിനകത്ത് ക്ലീനിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നാളെ രാവിലെ വന്നാൽ മതി. ഞങ്ങൾ എല്ലാവരും നാളെ കാലത്ത് വന്ന് കണ്ടോളാം. മോട്ടു, ഇനിയെങ്കിലും ആ കാശ് ഒന്ന് തരണേ. ഇപ്പൊ നിങ്ങൾക്ക് കണ്ട് ബോധ്യമായില്ലേ? എന്റെ പത്തിലോ, ഇനിയെങ്കിലും അവനെ ഒന്ന് വിശ്വസിക്കേ. കണ്ടില്ലേ എത്ര വലിയ ബിൽഡിംഗ് അവൻ കെട്ടിവെച്ചിരിക്കുന്നെന്ന്. എന്നിട്ട് വേണം നിനക്ക് അവന് വിശ്വാസം ഇല്ലാത്തത്. ഇനിയെങ്കിലും അവനെ വിശ്വസിക്കണം. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാൻ മോട്ടിവനെ ശരിക്കും പറ്റിച്ചു കളഞ്ഞു. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. അല്ല, ബിൽഡിംഗ് എവിടെ പോയപ്പോഴത്തേക്കും? അല്ല, എന്ത് ബിൽഡിംഗ്? ഇവിടെ ശരിക്കും 2 ദിവസമായിട്ട് ഷൂട്ടിംഗ് നടക്കുകയായിരുന്നല്ലോ. അതിന്റെ സെറ്റായിരുന്നു ഇവിടെ. ഒരു ചെറിയ മനുഷ്യൻ ജോൺ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞേ.
കണ്ടില്ലേ, ജോൺ അവന്റെ പണി ചെയ്തു. എന്റെ മോട്ടോ ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞതല്ലേ, നീയപ്പത് കേട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, നിന്നെ വിഡ്ഢിയാക്കിയിട്ട് അവൻ കടന്നു കളഞ്ഞില്ലേ. എന്റെ അമ്മോ, അവൻ നിന്നെ ശരിക്കും മണ്ടനാക്കിയിരിക്കുന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പത്തലു വെറും വയറ്റിലെന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. അവൻ നമ്മളെ എങ്ങനെയാണോ വിഡ്ഢിയാക്കിയത് അതുപോലെ തിരിച്ച് നമുക്ക് അവനൊരു പണി കൊടുക്കണം. പണം കായ്ക്കുന്ന മരം എന്ന് വെച്ചാൽ എന്താ അറിയോ? പണം കായ്ക്കുന്ന മരം. പണം കായ്ക്കുന്ന മരമോ? ഇത് ശരിക്കും 100 രൂപയാണല്ലോ. ഇത് എന്തൊരു അത്ഭുതമാണ്. നോക്ക് നോക്ക്. ഹിമാലയത്തുനിന്ന് ഒരു സന്യാസി വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം എനിക്കൊരു ചെടി തന്നു. അതിനെ ഞാൻ ഇവിടെ നട്ടു വളർത്തി. അത് പണം കായ്ക്കുന്ന മരമായി മാറി. ഇനി എത്ര വേണമെങ്കിലും പണം ഇതിൽ നിന്നും നമുക്ക് കിട്ടും. പിന്നല്ലാതെ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഒരു ബാഗിലാക്കി മരത്തിന് താഴെ കുഴിച്ചിട്ടു. എഴുന്നേറ്റ് നോക്കിയ ഉടനെ മരം ഇത്രയും വലുതായിരിക്കുന്നു. എന്നിട്ട് മരം മുഴുവൻ പണവും. ആ സന്യാസിക്ക് ജയ്. ഫുഫുറി നഗരത്തിൽ ആകെ ഒച്ചപ്പാട് ബഹളമാ. ഒരു സന്യാസി വന്നിട്ട് പണം കായ്ക്കുന്ന മരം ഉണ്ടാക്കി കൊടുത്തത്രേ. പണം കായ്ക്കുന്ന മരമോ? അതൊക്കെ എങ്ങനെ സംഭവിക്കും? വാ, നമുക്കൊന്ന് പോയി നോക്കാം. പൂ പറിക്കുന്ന പോലെയല്ലേ അവന്മാരെ കാശ് പറിക്കുന്നേ. വാ, അവന്മാരോട് തന്നെ ചോദിക്കാം. വാ വാ, വേഗം വാ, വേഗം വാ. അല്ല സുഹൃത്തെ, ഈ പണം കായ്ക്കുന്ന മരമുണ്ടെന്ന് പറഞ്ഞ ബാബ എവിടെയാണെന്നൊന്ന് പറയാമോ? എനിക്കും കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ കാശ് കൊണ്ട് എനിക്ക് സാമൂഹിക സേവനം ചെയ്യാനാ. സുഹൃത്തെ, എന്റെ ഈ മരത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം പറിച്ചെടുത്തോളൂ. അതെ, എല്ലാം ഒറിജിനൽ നോട്ടാണ് കേട്ടോ. ഇത് ഒറിജിനൽ നോട്ട് തന്നെയാ. പെട്ടെന്ന് പറയൂ, ആ ബാബ എവിടെയാണെന്ന് പെട്ടെന്ന് പറയൂ. എനിക്ക് വേണം സ്വന്തമായിട്ടൊരു മരം. ആ സുഹൃത്തെ, ബാബയുണ്ടല്ലോ ആ കറുത്ത മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ജോൺ ഇത്തവണ എന്തായാലും കുടുങ്ങും. നമുക്കൊന്നും മനസ്സിലായില്ലെന്ന് അവൻ വിചാരിച്ചത്. പണം കായ്ക്കുന്ന മരം കൊടുക്കുന്ന ബാബയല്ലേ, എന്നെ അനുഗ്രഹിക്കണേ. എനിക്ക് വേണം ഒരു മരം. ശരി മോനെ, ശരി. മരം നിനക്ക് തന്നേക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നീ അതിലത്തെ പൈസയെല്ലാം വെച്ച് ഇവിടുള്ള ജനങ്ങൾക്ക് സാമൂഹ്യ സേവനം ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരാൻ പാടില്ല. ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനെയല്ല. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ. പിന്നെ ശരി. പത്തലേ ബാബ, അവനൊരു ചെറിയ ചെടി കൊടുത്തേക്കൂ. പ്രം പ്രം പ്രം. ബാബ, ഇതിനു വേണ്ടി ജനങ്ങൾക്ക് ഗുരുദക്ഷിണയായിട്ട് എന്താണ് തരേണ്ടത്? വിവരമില്ലാത്ത വിഡ്ഢി, ഞങ്ങൾക്ക് കൈക്കൂലി തരാൻ നോക്കുകയാണോ? ഞങ്ങൾ ഇവിടെ സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നീ ഈ മരം ഇപ്പൊ തിരിച്ചു തന്നേക്ക്. എന്റെ പൊന്നു ബാബ, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, എന്നോട് ക്ഷമിക്കേ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം കഴിക്കുന്ന മരമുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് പണം? ശരി. നമ്മളിനി കോടീശ്വരന്മാരാവാൻ പോവുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള പണമെല്ലാം ഈ മരത്തിൽ നിന്ന് പറിച്ചെടുത്താൽ മാത്രം മതിയല്ലോ. ഇനി നമ്മള് അടിപൊളിയായിട്ട് സുഖിച്ച് ജീവിക്കും. ബാങ്കും കൊള്ളയടിക്കണ്ട, ഒന്നും കൊള്ളയടിക്കണ്ട. വാ, പോകാടാ, പോകാം. ജോൺ ചേട്ടൻ അങ്ങനെ ചെടി നട്ടിട്ടുണ്ട്. ഇനിയല്ലേ രസം.
ഇത്ര പെട്ടെന്ന് കഴിച്ചോ? ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. നമ്പർ 1, നമ്പർ 2 വേഗത്തിൽ പറിച്ചെടുക്കാൻ നോക്ക്. ഇല്ല, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് നോട്ടാണ്. എനിക്കിട്ട് പണി കിട്ടി. 8ന്റെ പണി. ഈ ജോണിനെ നിങ്ങൾ പറ്റിച്ചു അല്ലേ? എന്നെ അവര് വലിച്ചു കീറി ഒട്ടിച്ചു. എടാ, നീയല്ലേ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കിയത്? ചിങ്കം സാറേ, നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഇവനെ കൊണ്ടുപോയി ജയിലിടട്ടെ. എന്റെ അമ്മോ, അത് പറയേണ്ട കാര്യമുണ്ടോ? ബൈ ബൈ ജോൺ. തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം. ഇവിടെയാവുമ്പോ നിനക്ക് ഒരു ജോലിയും ചെയ്യണ്ട കേട്ടോ ജോണേ. നല്ലോണം വിഴുങ്ങ, കിടന്നുറങ്ങ. Watch India's largest kids library only on Jio Hotstar. Download the app now.